ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വാഴക്കൊമ്പ് കൊണ്ടുള്ള ഒരു ഹെൽത്തിയായ തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തേച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ എണ്ണ തൂക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറയൊന്നും പിടിക്കത്തില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കൊത്തിയിട്ട് നമുക്ക് ചെറുതായിട്ട് കുനുകുന ഒന്ന് അരിഞ്ഞെടുക്കാം. കറ നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് കാണുമായിരിക്കും. അതുകൊണ്ട് നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് സ്റ്റെയിനറിൽ ഊറ്റിയെടുക്കാം. പാനിന് ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കടുകൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പച്ചമുളക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് വാഴക്കൊമ്പ് ഒന്ന് തട്ടിക്കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കുറച്ച് കറി ലീവ്സും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കാം, ഒതുക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾ പയറൊന്നും കുക്ക് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. പയറിന് പകരം നമുക്ക് പരിപ്പ് വേണമെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് അരപ്പും എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാൻ പച്ചമണം മാറാനായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നല്ല കിടു രുചിയിലുള്ള ഒരു ഹെൽത്തിയായ റെസിപ്പിയാണായിട്ട് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ സെർവ് ചെയ്യാൻ നല്ലതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.